1969 ജൂലൈ 20 ബഹിരാകാശ പര്യവേക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്നേക്കുമായി മാറ്റിമറിച്ച അസാധാരണമായ ഒരു നേട്ടം മാനവികത കൈവരിച്ചു. നാസയുടെ ദൗത്യമായ അപ്പോളോ 11 ചന്ദ്രനിൽ ആദ്യ മനുഷ്യനെ എത്തിച്ചു. ഈ തകർപ്പൻ നേട്ടം ശാസ്ത്രീയ പുരോഗതിയിൽ ഒരു ഉന്നതി അടയാളപ്പെടുത്തുക മാത്രമല്ല, മനുഷ്യന്റെ ജിജ്ഞാസയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും അജേയമായ ചൈതന്യത്തെ പ്രതീകപ്പെടുത്തുകയും ചെയ്തു. കമാൻഡർ നീൽ ആംസ്ട്രോങ്, ലൂണാർ മൊഡ്യൂൾ പൈലറ്റ് ബസ് ആൻഡ്രിൻ, കമാൻഡ് മൊഡ്യൂൾ പൈലറ്റ് മൈക്കിൾ കോളിൻസ് എന്നിവർ ഈ ധീരമായ യാത്ര ആരംഭിച്ചു. 2,38,855 മൈൽ യാത്ര ചെയ്ത ശേഷം ഈഗിൾ എന്ന് പേരിട്ടിരിക്കുന്ന പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിൽ സ്പർശിച്ചു. നീൽ ആംസ്ട്രോങ് തന്റെ ചരിത്രപരമായ ആദ്യ ചുവടുവെപ്പ് നടത്തുമ്പോൾ മനുഷ്യനുള്ള ഒരു ചെറിയ ചുവട്, മനുഷ്യരാശിക്ക് ഭീമൻ കുതിച്ചുചാട്ടം എന്ന പ്രസിദ്ധമായ വാക്കുകൾ ഉച്ചരിച്ചു. അപ്പോളോ 11 ദൗത്യം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ഒരു പുതിയ ആകർഷണം സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്നുള്ള ചാന്ദ്ര ലാൻഡിങ്ങുകൾക്ക് ഇത് വഴിയൊരുക്കുകയും കൂടുതൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് അടിത്തറയിടുകയും ചെയ്തു. ഇന്നും അപ്പോളോ 11 മനുഷ്യന്റെ ധൈര്യം, അജ്ഞാതമായത് പര്യവേക്ഷണം ചെയ്യാനുള്ള വഴങ്ങാത്ത ആഗ്രഹം എന്നിവയുടെ തെളിവായി തുടരുന്നു.